അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ സംശയ നിവാരണമാണ്. നമ്മുടെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ, നമ്മളോട് നേരിട്ട് വിളിച്ച് ചോദിച്ച സംശയങ്ങൾ, അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലൂടെ ചോദിച്ച സംശയങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സംശയ നിവാരണങ്ങളാണ് എല്ലാ ഞായറാഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തങ്ങളായ അറിവുകളാണ് പഠിക്കുന്നത്. കുറഞ്ഞ സമയം കൂടുതൽ അറിവുകൾ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ സദസ്സ് പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ സഹോദരിമാർ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയം തോന്നുന്ന, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഇബാദത്തുകൾ വളരെ വളരെ പ്രാധാന്യത്തോടെ ബാധിക്കുന്ന, ഇബാദത്തുകളുടെ മഹത്വം നശിപ്പിച്ച് കളയുന്ന, പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ചില വസ്തുക്കളെ പറ്റിയാണ്, ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പറഞ്ഞാൽ ആർത്തവ രക്തവും പ്രസവ രക്തവും തമ്മിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണ്. ചോദിക്കാൻ ഉമ്മമാർക്ക് ചിലപ്പോൾ മടിയായിരിക്കും, സഹോദരിമാർക്ക് മടിയായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചില സംശയങ്ങൾ, നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ചില സംശയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു പഠനം നടത്തുകയാണ്. ഇത് ഉപകരിക്കുമെന്ന് കരുതുന്ന ഉമ്മമാർ, സഹോദരിമാർ എല്ലാവരും ഇത് നിർബന്ധമായും കേട്ടിരിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളിൽ നിന്ന് നീക്കാൻ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അള്ളാഹു ഇതൊരു സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ചോദ്യം, ആദ്യമായി ആർത്തവ രക്തം ഉണ്ടായത് ആർക്കെന്നാണ്? അതിന് മറുപടി, മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആലയ്ക്കാണ് ലോകത്താദ്യമായി ആർത്തവ രക്തം അല്ലെങ്കിൽ പ്രസവ രക്തം, രണ്ട് രക്തവും ഉണ്ടായത് ആദ്യമായി മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആലയ്ക്കാണ് എന്ന് ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇനി മറ്റൊരു സംശയം, ഉസ്താദേ, ആർത്തവമില്ലായ്മ, ആർത്തവ രക്തം പുറപ്പെടാതിരിക്കുക, മക്കളില്ല ഉണ്ടാകാതിരിക്കാനുള്ള കാരണമാണോ? സഹോദരിക്ക് ആർത്തവ രക്തം പുറപ്പെടുന്നില്ല, ആ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ശരിയല്ല. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആലയ്ക്ക് അങ്ങനെ മാസമുറയില്ലായിരുന്നു. പക്ഷെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം, മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ്? രക്തം ഒഴിവാകൽ, രക്തമില്ലാതിരിക്കൽ സന്താനം ഉണ്ടാകുന്നതിന്റെ കാരണമാണ് എന്ന് നമുക്ക് പഠനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയോ, ഈ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്ക് ഈ ആർത്തവ രക്തം ഉണ്ടാകുമെന്നുള്ളതാണ്. ശർവാനി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, പട്ടി, പല്ലി, പെൺകുതിര, വവ്വാല്, പെണ്ണൊട്ടകം, മുയല്, കഴുതപ്പുലി എന്നീ ജീവികൾക്ക് ആർത്തവം ഉണ്ടാകലുണ്ട്. എല്ലാവർക്കും അല്ല, ഈ കാറ്റഗറിയിൽപ്പെട്ട ചില ജീവികൾക്ക് ഉണ്ടാകലുണ്ട് എന്ന് ശർവാനി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊരു സംശയം, ആർത്തവ രക്തം ഏതൊക്കെ നിറങ്ങളിൽ ഉണ്ടാകുന്നതാണ്? ചുവപ്പ് മാത്രമാണോ? എന്നാൽ കേട്ടോളി, മഹാരഥന്മാരെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, കറുപ്പ്, ചുവപ്പ്, തവിട്ട്, മഞ്ഞ, അങ്ങനെ വിവിധ നിറങ്ങൾ പുറപ്പെടാം. എന്നാൽ രക്തത്തിന് ശക്തിയായ കട്ടിയോ അല്ലെങ്കിൽ ദുർഗന്ധമോ രണ്ടും കൂടിയോ ഇല്ലാതെയും അനുഭവപ്പെടാം. പല രൂപത്തിലും പല ഭാവത്തിലും, ഒരു നിറത്തിലും ഒരു വ്യത്യാസത്തിലൊന്നുമല്ല. പിന്നെയോ, കറുപ്പുണ്ടാകും, ചുവപ്പുണ്ടാകും, തവിട്ട് നിറത്തിലുണ്ടാകും, മഞ്ഞ നിറത്തിലുണ്ടാകും, എന്നിങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ അതിന് കട്ടിയുണ്ടാകും, ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടാകും, ചിലപ്പോൾ രണ്ടും കട്ടിയും ദുർഗന്ധവും കൂടി ഉണ്ടാകും. അങ്ങനെ പല കോലത്തിലും ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച്, ശരീരത്തിന്റെ ഘടന അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയോ, ഉംറയ്ക്ക് പോയി തവാഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റൊക്കെ നോക്കിയിട്ടാ പോയത്. പക്ഷേ ടെൻഷൻ കാരണം അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനം കാരണം, നല്ല ദീർഘമായ യാത്ര കാരണം തവാഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആർത്തവം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള മറുപടി, ഉടൻ തവാഫ് നടത്തണം. ഒന്നാകട്ടെ, രണ്ടാകട്ടെ, ചിലപ്പോൾ ഏഴാമത്തെ തവാഫ് എത്തുമ്പോഴേക്ക് ആർത്തവം പുറപ്പെടുക. അങ്ങ് തീർക്കാം എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ പൂർത്തിയാകാൻ വേണ്ടി കുറച്ച് 2 സ്റ്റെപ്പ് പൂർത്തിയാകും, അപ്പോഴേക്ക് ആർത്തവം പുറപ്പെടുക. എന്നാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൽ അത് സാധൂകരിക്കില്ല, അത് ഹറാമാണ് എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊരു സംശയം, ആർത്തവമുള്ള സ്ത്രീക്ക് നിത്യവും ദിക്ർ എന്ന നിലയിൽ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യാമോ എന്നാണ്.
ദിക്ർ എന്ന നിലയിൽ ഇപ്പൊ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് തബാറക് ഓതുന്ന ഉമ്മമാരുണ്ടാവും, വാഖിയ ഓതുന്ന ഉമ്മമാരുണ്ടാവും. അവർക്കതൊരു ദിവസം പോലും അത് മുടക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് അതൊരു ദിനചര്യയായ ദിക്ർ എന്ന നിയത്തിൽ അവർക്കത് പാരായണം ചെയ്യാം. ഖുർആൻ എന്നുള്ള ചിന്തയേ വേണ്ട, എല്ലാ ദിവസവും ചൊല്ലുന്നൊരു ദിക്റാണ് എന്ന നിയത്തോടുകൂടി, എന്ന മനസ്ഥിതിയോടുകൂടി നമുക്ക് പാരായണം ചെയ്യാം. ഇനിയോ മരുന്നുപയോഗിച്ച് ആർത്തവമുണ്ടായാൽ നിസ്കാരവും നോമ്പ് ഒഴിവാക്കാം. ഇപ്പൊ ഒരാൾക്ക് യാത്ര പോകണം, അപ്പൊ യാത്രയ്ക്ക് മുമ്പ് ഇത്ര ദിവസമാണ്, അപ്പൊ അതിന് മുമ്പ് അങ്ങ് കഴിഞ്ഞാൽ പ്രശ്നമായി, അപ്പൊ അതുകൊണ്ട് ഗുളിക കഴിച്ച് ആർത്തവം ഉണ്ടാക്കി, എന്നാൽ നിസ്കാരം ഒഴിവാക്കണം. അതൊഴിവാക്കൽ നിർബന്ധമാണ്. ഇനിയോ നമസ്കരിച്ചു കൊണ്ടിരിക്കുക ആർത്തവമുണ്ടായി, അത്തഹിയ്യാത്തിരുന്നപ്പോ ആർത്തവ രക്തം പുറപ്പെട്ടു, മാസമുറ പുറപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ആർത്തവം തുടങ്ങലോടുകൂടി നിസ്കാരം ബാത്തിലായി. അതിനാൽ നമസ്കാരം പൂർത്തിയാക്കാൻ പാടില്ല, അത് തെറ്റാണ്. അത്തഹിയ്യാത്തിലാണെങ്കിലും ശരി തന്നെ നിസ്കാരം ബാത്തിലായി, അത് പിന്നെ പൂർത്തിയാക്കാൻ നിൽക്കരുത്. ഇനി ഈ ആർത്തവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം അത് എപ്പോഴാണ് പുറപ്പെടുക? മഹാരഥന്മാർ ഷർവാനി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, കൃത്യമായി ചന്ദ്രവർഷ കണക്കനുസരിച്ച്, ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 354 ദിവസവും 8 മണിക്കൂറും 48 മിനിറ്റുമാണ് ഒരു ചന്ദ്രവർഷം എന്നുള്ളത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ 365 ദിവസം എന്ന് പറയും, എന്നാൽ 354 ദിവസവും 8 മണിക്കൂറും 48 മിനിറ്റുമാണ് ഒരു ചന്ദ്രവർഷ കണക്ക് യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ചന്ദ്രവർഷ കണക്കനുസരിച്ച് 9 വയസ്സാകുന്നതിന്റെ 16 ദിവസത്തിന് താഴെ ഉള്ള സമയത്ത് പുറപ്പെടുന്ന രക്തമാണ് ആർത്തവ രക്തം എന്ന് പറഞ്ഞാൽ. ചന്ദ്രവർഷ കണക്കനുസരിച്ച് 9 വയസ്സാകാൻ 16 ദിവസമേ ഉള്ളൂ. ഈ 16 ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനിടയിൽ വരുന്ന രക്തത്തിന് എന്തുണ്ടാണ്? ആർത്തവ രക്തം എന്ന് പറയാം. ഇനി ഈ വയസ്സ് മുതൽ ആർത്തവമുണ്ടാകാം. 9 വയസ്സ് പൂർത്തിയാകാൻ 16 അതിൽ കൂടുതലോ ദിവസങ്ങളുണ്ട്. ഒരു 20 ദിവസമുണ്ട്. 20 ദിവസമായപ്പോൾ എന്ത് ചെയ്തു? രക്തം പുറപ്പെട്ടു. അതെന്തില്ല? ആർത്തവ രക്തമല്ല, അത് ഇസ്തിഹാലത്ത്, രോഗരക്തമാണ് എന്ന് നമ്മൾ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടാകണം. നമുക്ക് ചന്ദ്രവർഷ കണക്കനുസരിച്ച് 9 വയസ്സ് പൂർത്തിയാകാൻ 16 ദിവസം ബാക്കി നിൽക്കെ പുറപ്പെട്ടാൽ അത് ആർത്തവമാണ്. ഒരു 17-18 ദിവസമായി നമ്മളത് ആർത്തവമായി കണക്കാക്കരുത്. അത് ഇസ്തിഹാലത്തായിട്ടാണ് രോഗരക്തമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനിയോ അതായത് ഒരു ദിവസം കറുത്തതും 10 ദിവസം ചുമന്നതുമായ രക്തം പുറപ്പെട്ടു, 15 ദിവസത്തിനുള്ള രക്തം നിലയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇത് മുഴുവൻ ആർത്തവമാണോ എന്നാണ് സംശയം. അതായത് ഒരു ദിവസം കറുത്തത്, ബാക്കിയുള്ള ദിവസം 10 ദിവസം ചുമന്ന രക്തം പുറപ്പെട്ടു, എന്നാൽ ഇത് മുഴുവനും ആർത്തവ രക്തത്തിൽ പരിഗണിക്കാൻ പറ്റുമെന്നൊരു സംശയം. അതെ, അത് മുഴുവനും ആർത്തവ രക്തമാണ്. 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന ഏത് നിറമായാലും അത് ആർത്തവ രക്തമായി പരിഗണിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയോ മറ്റൊരു സംശയം, ഇത് കേൾക്കുമ്പോൾ എന്താ ഈ പറയണം, ഇങ്ങനെയൊക്കെ പറയാമോ പൊതു സദസ്സിൽ? ഉമ്മമാരെ, ഇത് വിശ്വാസികൾക്കുള്ള ക്ലാസ്സാണ്, പുരുഷന്മാരെ നമ്മളെന്തിനാ അത് കേൾക്കണേ? പുരുഷന്മാരെ, അറിവില്ലാത്ത സ്ത്രീകൾക്ക് മസല വരുന്നുണ്ട്, ഭർത്താവ് പഠിപ്പിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ. 2 ആർത്തവത്തിനിടയിലുള്ള വർദ്ധിച്ച ശുദ്ധി എത്രയാണ്, അധികരിച്ച ശുദ്ധി എത്രയാണെന്നാണ്. അതിന് പരിധിയില്ല. ഒരു തവണ ആർത്തവം ഉണ്ടായി, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആർത്തവം ഉണ്ടായില്ല എന്ന് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യാം. ഇനി 2 ആർത്തവത്തിനുള്ള ശുദ്ധി 15 ദിവസം. അതായത് ഒരു തവണ ഒരു 9 വയസ്സായപ്പോ ആർത്തവം പുറപ്പെട്ടു, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടില്ല, പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു സംശയം, 9 വയസ്സ് പൂർത്തിയാകാൻ 20 ദിവസമുള്ളപ്പോൾ രക്തം പുറപ്പെട്ടു, 10 ദിവസം ബാക്കിയുള്ളപ്പോൾ രക്തം മുറിയുകയും ചെയ്താൽ എത്ര ദിവസത്തെ രക്തമാണ് ആർത്തവ രക്തം പരിഗണിക്കുക? ശ്രദ്ധേയ മസലയാണ്. അതായത് 9 വയസ്സ് പൂർത്തിയാകാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു 9 വയസ്സ് പൂർത്തിയാകാൻ 16 ദിവസം വേണമെന്ന് പറഞ്ഞു. എന്നാൽ 20 ദിവസം ഉള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ ആ 20 ദിവസത്തിന്റെ 4 ദിവസത്തെ രക്തം രോഗരക്തവും പിന്നീട് വരുന്നത് ആർത്തവ രക്തവുമായി പരിഗണിക്കും. മനസ്സിലായില്ലേ? 9 വയസ്സാകാൻ 20 ദിവസം 4 ദിവസം രക്തം പുറപ്പെട്ടു, ആ 4 രോഗരക്തം. പിന്നെ ഈ 16 ദിവസം ഉള്ളത് ആർത്തവരക്തമായി പരിഗണിക്കാം. ഇനിയോ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ, ആർത്തവകാരിക്ക് ദിക്ർ ഖുർആൻ മുഴുവനും, നമ്മൾ നേരത്തെ പറഞ്ഞ ചില സൂറത്തുകളാണ്, ഇനി ഖുർആൻ മുഴുവനും പാരായണം ചെയ്യാൻ പറ്റുമോ?
മുഴുവനും ദിക്ർ എന്ന നിലയിൽ അത് നമുക്ക് എല്ലാം ദുആ എന്ന നിലയിൽ നമുക്കത് ഓതാം. പക്ഷെ ഖുർആൻ എന്ന നിലയിലോ ആയത്ത് എന്ന നിലയിലോ അത് പാരായണം ചെയ്യാൻ പാടില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു മസല, ഉമ്മമാരെ ഇത് ശ്രദ്ധയോടെ കേട്ടൊരു പ്രധാനപ്പെട്ട ഒരു മസലയാണ്. ലുഹറിന്റെ സമയം പ്രവേശിച്ചു. ലുഹറിന്റെ ബാങ്ക് പള്ളി വിളിച്ചു. നമ്മൾ അടുക്കളയിലാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി കുളിച്ചു, ഒളു എടുത്ത് നിസ്കാരപ്പായിലേക്ക് വന്നപ്പോൾ നമുക്ക് രോഗരക്തം പുറപ്പെട്ടു. എന്നാൽ ആ നമസ്കാരം ഖളാ വീട്ടണോ? ബാക്കിയുള്ള നിസ്കാരങ്ങളൊന്നും ഖളാ വീട്ടണ്ട, നിസ്കരിക്കാൻ സമയമുണ്ട്. ചോദ്യം ഇതാണ്, ളുഹറിന് വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ജോലി തിരക്കാരണം, അടുക്കളയിൽ ജോലി കാരണം നിസ്കരിച്ചില്ല. എന്നാൽ ആ നമസ്കാരത്തിന്റെ നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഹൈള് പുറപ്പെട്ടാൽ, ആർത്തവം പുറപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം ഖളാ വീട്ടണോ വേണ്ടേന്നാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം ചുരുങ്ങിയ നിലയിലെങ്കിലും പൂർത്തീകരിക്കാൻ സമയം കിട്ടിയിട്ട് നമ്മൾ നമസ്കരിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ആർത്തവ രക്തം പുറപ്പെടുന്നത് എങ്കിൽ ആ നമസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. പ്രത്യേകം പഠിക്കണം. നമ്മൾ വിചാരിക്കും അന്യപുസ്കരിക്കണ്ടല്ലോ. അല്ല, നിസ്കരിക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ്, നമുക്ക് സമയം കിട്ടിയിട്ട് നമ്മൾ നിസ്കരിച്ചില്ല, അപ്പോഴാണ് രക്തം പുറപ്പെട്ടത് എങ്കിൽ ഉറപ്പായും ആ നിസ്കാരം നമ്മൾ ഖളാ വീട്ടിയിരിക്കണമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി മറ്റൊരു മസലൂടി ഉണ്ട്. നിത്യശുദ്ധിക്കാരി, അതായത് രോഗരക്തം പുറപ്പെടുന്നവളാണ്. അപ്പൊ എപ്പോഴും പുറപ്പെടാമല്ലോ. അങ്ങനെയുള്ളവൾക്ക് എന്ത് ചെയ്തു? ഹൈള് പുറപ്പെട്ടു. എന്നാൽ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ആ പരിഗണനയില്ല, അവർക്ക് ഖളാ വീട്ടേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇനിയോ മറ്റൊരു സംശയമാണ്. സ്ത്രീ പ്രസവിച്ചു എത്ര ദിവസത്തിനുള്ളിൽ രക്തം വന്നാലാണ് നിഫാസായി പരിഗണിക്കുക? ശ്രദ്ധയോടെ കേൾക്കണം. അതായത് സ്ത്രീ പ്രസവിച്ചു എത്ര ദിവസത്തിനുള്ളിൽ രക്തം വന്നാലാണ് നിഫാസായി പരിഗണിക്കുക? പ്രസവം കഴിഞ്ഞു 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 15 ദിവസം രക്തമില്ലാതെ പിന്നീട് പുറപ്പെടുന്ന രക്തം അത് ആർത്തവം. ശ്രദ്ധിക്കുക, പ്രസവിച്ചു 15 ദിവസം രക്തം വന്നില്ല, 16ാമത്തെ ദിവസം രക്തം വന്നാൽ അത് നിഫാസ് അല്ല, അത് ആർത്തവ രക്തമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇനിയോ അതെ, പ്രസവിച്ചത് കുഞ്ഞല്ല, ഒരു മാംസ കഷ്ണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുറപ്പെടുന്ന രക്തം അത് നജസാണോ, അത് നിഫാസാണോ? അത് നിഫാസാണ്. പരിപൂർണ കുഞ്ഞിനെ പ്രസവിക്കണമെന്നില്ല. അതൊരു തുടക്കമായ എല്ലിൻ കഷ്ണമാണ്, ഒരു മാംസ കഷ്ണമാണ്. ഒരു ചെറിയൊരു മാംസ കഷ്ണമാണെങ്കിൽ പോലും പ്രസവരക്തം, ആ പുറപ്പെടുന്ന രക്തം പ്രസവരക്തമാണ്. ഇനി മറ്റൊരു സംശയം. ഒരു ഉമ്മ 2 കുട്ടികളെ പ്രസവിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞാണ് അടുത്ത കുഞ്ഞിനെ പ്രസവിക്കാന്ന് വിചാരിക്കുക. ഇരട്ട കുട്ടികളെ ട്വിൻസിനെ പ്രസവിക്കാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു കുഞ്ഞ് പ്രസവിച്ചു. ആ കുഞ്ഞ് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റേ കുഞ്ഞെ പ്രസവിച്ചത്. എന്നാൽ ഈ 2 കുഞ്ഞിന്റെയും ഇടയിൽ, ഈ പ്രസവത്തിന്റെയും ഇടയിൽ പുറപ്പെടുന്ന രക്തം പ്രസവ രക്തമാണോ ആർത്തവ രക്തമാണോ എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അത് ഞായറാഴ്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ചൊവ്വാഴ്ച ഇരട്ട കുട്ടികളാണ്, ചൊവ്വാഴ്ച മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പൊ ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ 3 ദിവസമുണ്ട്. ഈ 3 ദിവസത്തിൽ പുറപ്പെട്ട രക്തം ഹൈലാണോ നിഫാസാണോ? അത് നിഫാസ് അല്ല. ഒന്നിലധികം കുട്ടികളുണ്ട് എങ്കിൽ, ട്വിൻസ് ആണെങ്കിൽ, അത് പൂർണ്ണ പ്രസവം കഴിഞ്ഞതിന് ശേഷം വരുന്ന രക്തമാണ് പ്രസവ രക്തമായി പരിഗണിക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മറ്റൊരു 40 കുളി എന്ന സംവിധാനം ഉണ്ടോ? അങ്ങനെ 40 കുളി എന്നൊരു സംവിധാനം ഇസ്ലാമിലില്ല. അത് വെറുതെ ഉമ്മാമമാർ ഉണ്ടാക്കി വെച്ച ആ മാമൂലുകളാണ്. ദീനിൽ അതിൽ യാതൊരു തെളിവുകളുമില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹൈള്, നിഫാസ് എന്നിവിടെ വിധികൾ സ്ത്രീകൾ അറിയൽ നിർബന്ധമാണോ? അതെ, സ്ത്രീകൾ അറിയൽ നിർബന്ധമാണ്. നീ അറിഞ്ഞോട് ഉസ്താദെ എന്ന് പറയരുത്. സ്ത്രീകൾ ഹൈലിന്റെയും നിഫാസിന്റെയും ആർത്തവ രക്തത്തിന്റെയും പ്രസവ രക്തത്തിന്റെയും നിയമാവലികൾ പഠിക്കൽ നിർബന്ധമാണ്. ഇനി അവക്കറിയില്ലെങ്കിൽ ഭർത്താവ് പഠിപ്പിച്ചു കൊടുക്കണം. ഭർത്താവിനറിയില്ല എങ്കിൽ സ്ത്രീകൾ ആരും പഠിക്കാനൊന്നുമില്ല, അറിയാവുന്ന ആരുമില്ല എങ്കിൽ പുരുഷൻ പോയി പുരുഷന്റെ ആലിമ്യങ്ങളിൽ നിന്ന് പോയി പഠിച്ചിട്ട് സ്ത്രീക്ക് വന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. പുരുഷന്മാർക്ക് ഇത് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. തന്റെ മകൾക്ക്, തന്റെ ഭാര്യയ്ക്ക്, തന്റെ സഹോദരിമാർക്ക് അറിവില്ലെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയാണ് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇനി മറ്റൊരു സംശയം. ഈ ഇസ്തിഹാദത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തെന്നാണ്? ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ആർത്തവം, പ്രസവരക്തം എന്നിവയല്ലാത്തപ്പോൾ രോഗം നിമിത്തമായി ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത്. ഇതിന് മലയാളത്തിൽ രക്തസ്രാവം എന്നും ഇംഗ്ലീഷിൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറയും.
അല്ലേ? അതായത് ഈ രോഗരക്തത്തിന് ഇംഗ്ലീഷിൽ ബ്ലീഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ രക്തസ്രാവം എന്നൊക്കെ പറയും. അത് രോഗരക്തമായാണ് പരിഗണിക്കുക. ഇനി ചുരുങ്ങിയ ഇസ്തിഹാദത്തിന്റെ ഹൈലിന്റെ നമ്മൾ ചുരുങ്ങിയ സമയം പറഞ്ഞു. ഈ ഇസ്തിഹാദത്തെ രോഗരക്തത്തിന്റെ ചുരുങ്ങിയ സമയം എപ്പോഴാണ്? അങ്ങനെ ഒരു കണക്കില്ല, പ്രത്യേകിച്ച് ഇന്ന സമയം ഇന്നവരെ അങ്ങനെയൊന്നുമില്ല. അത് ഓരോ ശരീരഘടനയാണ്. അള്ളാഹു മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഇസ്തിഹാദത്തുകാരിയുടെ നിസ്കാരം എങ്ങനെയാണ്? അവൾ ശുദ്ധിയുള്ളവളാണ്. അവളുടെ നിസ്കാരമെല്ലാം നിർവഹിക്കാൻ നിർബന്ധമാണ്. പക്ഷെ എപ്പോഴാണ്? സമയം പ്രവേശിച്ചു എന്ന്. അത് നിത്യശുദ്ധി. എപ്പോഴും ഇങ്ങനെ ബ്ലഡ് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇത് എന്താ? പ്രസവരക്തമല്ല, ആർത്തവരക്തവുമല്ല, രോഗരക്തമാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? അവൾ എപ്പോഴും എന്ത് ചെയ്യുക? ബാങ്ക് വിളിച്ച് ഉളു എടുത്ത ഉടനെ നിസ്കരിക്കണം. മനസ്സിലായില്ലേ? മുന്നേ ഉദുവെടുത്ത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിത്യ അശുദ്ധിക്കാരൻ എങ്ങനെയാണോ ചെയ്യുക അങ്ങനെ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്നാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്തിഹാദത്തുകാരിയുമായി നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഭർത്താവിന് ബന്ധപ്പെടാൻ പറ്റും. ആർത്തവമുള്ളപ്പോൾ, പ്രസവരക്തമുള്ളപ്പോൾ ഹറാമാണെങ്കിൽ ഇസ്തിഹാദത്തിന്റെ സന്ദർഭത്തിൽ ബന്ധപ്പെടാം, അതിന് പ്രശ്നമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇസ്തിഹാദത്തുകാരി വുളുഇൽ നിയ്യത്ത് വെക്കേണ്ടത് ഫർദ് നമസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നുവെന്നോ, ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളു എടുക്കുന്നു എന്നോ നിയ്യത്ത് വെക്കുക. ഒരിക്കലും അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെക്കരുത്. അവരുടെ അശുദ്ധി മാറിപ്പോയിട്ടില്ല. ഇനിയോ മറ്റൊരു സംശയം, പ്രസവിച്ചാൽ മാത്രമാണോ പ്രസവിക്കുന്നത്? പ്രസവം കുളി നിർബന്ധമാക്കുന്ന കാര്യമാണല്ലോ. പ്രസവിച്ചാൽ കുളിക്കണം എങ്കിൽ സിസേറിയൻ നടത്തിയാൽ കുളിക്കണമെന്നാണ്. പ്രസവിക്കുന്നില്ലല്ലോ, നിർബന്ധമാണ്. അത് ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് സിസേറിയൻ നടക്കുന്നു, അത് നിർബന്ധമാണ്. അതുപോലെ ആർത്തവകാരിയെ തൊലാക്ക് ചൊല്ലാൻ പാടുണ്ടോ? പ്രസവരക്തം ആയിട്ടിരിക്കുന്നവൾ, ആർത്തവരക്തമായിട്ടിരിക്കുന്നവൾ, അങ്ങനെയുള്ളവളെ ഒരിക്കലും തൊലാക്ക് ചൊല്ലാൻ പാടില്ല എന്ന് ദീൻ പഠിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട മസലകളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ സമയം അല്പം വൈകിയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൂടുതൽ അറിവെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും വിരിത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതും ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.